എല്ലാവരും വരച്ചോണം. ഇത് ബേസിക്കലി ക്യാം ആംഗിളിനെ നമുക്ക് വേണമെങ്കിൽ തീറ്റ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഐ ക്യാൻ റൈറ്റ് ആസ് തീറ്റ. ഞാനൊരു എക്സാമ്പിളായിട്ട് ഞാൻ ഈ ഒരു പോർഷന് എക്സാമ്പിളായിട്ട് ഞാനിപ്പോൾ ഒരു ബീറ്റ ഈക്വൽ ടു 150 ഡിഗ്രി എന്ന് കാണിച്ചു. ബീറ്റ ഈക്വൽ ടു 150. ഈ തീറ്റ എവിടം വരെ പോവാം ഇത്, അല്ലെങ്കിൽ ഇത് എവിടം വരെ എത്ര കാണിക്കണം എനിക്ക്? ഒരു ഫുൾ സർക്കിൾ കാണിക്കണ്ടേ? അപ്പോൾ 150 ഡിഗ്രിയിൽ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വാല്യൂ എത്രയാണ്? ഈ ഒറിജിനൽ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ ക്യാം ലിഫ്റ്റ് ചെയ്തോ, മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ ഞാൻ പറയുന്നത്? ഇപ്പം ഫോളോവറിൻ്റെ ലിഫ്റ്റും ക്യാമിൻ്റെ ആംഗിൾ ഓഫ് റൊട്ടേഷനും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഫിഗറാണ് വരയ്ക്കുന്നത്. അത് ക്ലിയർ ആണോ? ഫോളോവറിൻ്റെ മോഷനും ക്യാമിൻ്റെ ആംഗിൾ ഓഫ് റൊട്ടേഷനും കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഡയഗ്രമാണ് ഞാൻ വരയ്ക്കുന്നത്. അത്രയും ഓക്കെ ആണോ? കേൾക്കുന്നുണ്ടോ? ധന്യ ഓക്കെ ആണല്ലോ. അപ്പം എന്താ തുടക്കത്തിൽ ഇപ്പം ഇവിടെ ലിഫ്റ്റ് ഒന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരേ ഹൈറ്റിൽ ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഒരു ഡൊൽ പീരീഡ് ആദ്യം ഉണ്ട്. ഞാൻ ഇതിനെ ഡൊൽ ഒന്ന് കാണിച്ചു. ഡൊല്ലിൻ്റെ സ്പെല്ലിങ് DWELL. ഇവിടെ ഇത് ഡിസ്പ്ലേ ഇങ്ങനെ റൈസ് ക്യാം ഇങ്ങനെ ഫോളോവർ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മാക്സിമം പൊസിഷനിൽ ഇവിടെ എത്തിയപ്പോൾ ഇപ്പോൾ ലിഫ്റ്റ് ഹെച്ച് എത്തി എന്ന് വെച്ചാൽ ഈ ടിപ്പിലായിരിക്കും ചിലപ്പോൾ ആ സമയത്ത് ഫോളോവർ ഇരിക്കുന്നത്. അപ്പോൾ മാക്സിമം ലിഫ്റ്റ് ഫോളോവറിന് കിട്ടിയിട്ടുണ്ട്. അതൊരു സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ അസംഷൻ. സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുന്നുള്ളതാണ് അസംഷൻ. അപ്പോൾ ഒരു 150 ഡിഗ്രി ക്യാം റൊട്ടേഷനിൽ ഈ ഫോളോവർ ലിഫ്റ്റ് ചെയ്തു, എന്നിട്ട് വീണ്ടും അതേ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് അഗെയിൻ ഡൊൽ പീരീഡാണ്. ഓക്കെ. അപ്പോൾ ഡൊൽ ആയിരുന്നു. ഫോളോവർ കുറേ ദൂരം ലിഫ്റ്റ് ചെയ്തു, വീണ്ടും ഡൊൽവിൽ കണ്ടിന്യൂ ചെയ്തു. എന്തെങ്കിലും സംശയം കൊണ്ട് ചോദിക്കണം. നിങ്ങൾ മനസ്സിലായില്ലെങ്കിൽ എനിക്കറിയാൻ പറ്റാതെ വരും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലെന്ന്. ഇപ്പോൾ ക്ലാസ് അല്ലല്ലോ, എനിക്ക് അങ്ങോട്ടൊന്നും നോക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ശരിക്കും ഇത് ആക്റ്റീവ്ലി ലിസണിങ് ഉണ്ടെങ്കിലേ ഓൺലൈൻ ക്ലാസ് എഫക്റ്റ് ചെയ്യാവുള്ളൂ. ഓക്കെ. അപ്പോൾ എനിക്ക് ഫുൾ 360 ഡിഗ്രി മോഷൻ ഞാനിവിടെ കാണിക്കുന്നില്ല. ഞാൻ ആകെ ഇത്രേ പറയുന്നുള്ളൂ. 150 ഡിഗ്രി കറങ്ങിയപ്പോൾ ക്യാം 0-യിൽ നിന്നും h ഡിസ്റ്റൻസ് ലിഫ്റ്റ് ചെയ്തു. ഫോളോവർ ഹാസ് ലിഫ്റ്റഡ് ബൈ h ഡിസ്റ്റൻസ് when the cam rotates through 150 degree. ഓക്കെ. അത് ഒരു സ്ട്രെയിറ്റ് ലൈൻ മോഷനാണ് ഫോളോ ചെയ്തത്. ഇറ്റ് ഫോളോസ് എ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ. അപ്പോൾ എനിക്ക് ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഈ ടേം എഴുതിക്കോളുക. ഹെച്ച് എന്ന് പറയുന്നത്, ഈ ലിഫ്റ്റ് ഹെച്ച് എന്ന് പറയുന്നത്, ഇറ്റ് റെപ്രസെൻറ്റ് the maximum displacement. H is the maximum displacement. Note ചെയ്തോണേ, H is the maximum displacement. And beta, note ചെയ്തോണം, angle beta is the cam angle of rotation. For a rise h. Cam angle of rotation for a rise h. അപ്പോൾ h ലിഫ്റ്റ് കിട്ടാനായിട്ട് എത്ര ക്യാം ആംഗിൾ ഉണ്ടായി എന്നുള്ളതാണ് ബീറ്റ. അപ്പോൾ ഇത് സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനൊരു ഒരു ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ജനറൽ ഇക്വേഷനായിട്ട് എനിക്ക് എഴുതാൻ പറ്റും. ഡിസ്പ്ലേസ്മെൻറ്റ് y is equal to h theta by beta. അപ്പം y എന്ന് പറയുന്നത് എനി ആംഗിൾ ഓഫ് തീറ്റയ്ക്കുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആണ് y. അപ്പോൾ ഇവിടം വരെ ആയിരിക്കും ചിലപ്പോൾ ഞാൻ തീറ്റ ആയിട്ട് മാർക്ക് ചെയ്യുന്നത്.
അപ്പോൾ തീറ്റ ബീറ്റ ഇപ്പം വൈ എത്രയായി? തീറ്റ 0 ആയപ്പോൾ വൈയുടെ വാല്യൂ എത്രയായിരുന്നു? 0. തീറ്റ ബീറ്റ ആയപ്പോൾ വൈയുടെ വാല്യൂ എത്രയായി? h. അപ്പോൾ ഇടയ്ക്കുള്ള ഏതെങ്കിലും ഇന്റർമീഡിയറ്റ് പൊസിഷനിൽ വൈയുടെ ജനറൽ ഇക്വേഷൻ ആണ് y ഈസ് ഈക്വൽ ടു h തീറ്റ ബൈ ബീറ്റ. അപ്പോൾ ഇത് ഈ ലൈനിന്റെ ഇക്വേഷൻ ആണ് ഞാനിപ്പോൾ എഴുതിയിരിക്കുന്നത്, y ഈസ് ഈക്വൽ ടു h തീറ്റ ബൈ ബീറ്റ. ഓക്കെ, അപ്പോൾ എനിക്ക് ഇക്വേഷൻ വേണമെങ്കിൽ എനിക്ക് വാട്ട് ഈസ് തീറ്റ ബൈ തീറ്റ, തീറ്റ ബൈ ടി. തീറ്റ ബൈ ടി എന്ന് പറഞ്ഞാൽ എന്താണ്? തീറ്റ ബൈ ടി ഡിസ്റ്റൻസ് ബൈ ടൈം എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം വെലോസിറ്റി. ഇവിടെ കറക്കമല്ലേ, അപ്പം ഇവിടെ ലീനിയർ ഡിസ്റ്റൻസ് ആണെങ്കിൽ ഇവിടെ ആംഗുലർ ഡിസ്റ്റൻസ് ആണ്. അപ്പം ആംഗുലർ ഡിസ്റ്റൻസ് ബൈ ടൈം എടുത്താൽ എന്ത് കിട്ടും? ആംഗുലർ വെലോസിറ്റി. നൊട്ടേഷൻ എന്താണ്? ഒമേഗ. ഓക്കെ, അപ്പം എനിക്കിതാ ഈ ഇക്വേഷൻ ഞാൻ മോഡിഫൈ ചെയ്തിട്ട് h ബൈ ബീറ്റ ഒമേഗ ടി എന്ന് എനിക്ക് എഴുതാം. h ബൈ തീറ്റ ഒമേഗ ടി. സംശയമൊന്നുമില്ലല്ലോ? കറക്റ്റ് അല്ലേ? h ബൈ തീറ്റ h ബൈ ബീറ്റ ഒമേഗ ടി. അപ്പോൾ ഇനി വെലോസിറ്റി ഞാൻ കണ്ടുപിടിക്കുകയാണ്. വെലോസിറ്റി കണ്ടുപിടിക്കണം എനിക്ക്. ഐ ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ വെലോസിറ്റി. വെലോസിറ്റി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് dy ബൈ ഡി ടി. dy ബൈ ഡി ടി. അപ്പോൾ എന്ത് കിട്ടും? h ബൈ ബീറ്റ ഒമേഗ. h ബൈ ബീറ്റ ഒമേഗ. ഓക്കെ, h ബൈ ബീറ്റ ഒമേഗ. h എന്ന് പറയുന്ന ഒരു ഫിക്സഡ് വാല്യൂ അല്ലേ ഫോളോ ഓൺ ദ ലിഫ്റ്റ്? ഇവിടെ ബീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് റൊട്ടേഷൻ, അതും നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കും. അതൊരു ഫിക്സഡ് വാല്യൂ ആയിരിക്കൂലേ? ഇത്ര ആംഗിളിലാണ് ലിഫ്റ്റ് ചെയ്യുന്നത്. സോ ബീറ്റ ഈസ് എ ഫിക്സഡ് വാല്യൂ. ഒമേഗ, ദ ക്യാം ഈസ് റൊട്ടേറ്റിംഗ് വിത്ത് എ കോൺസ്റ്റന്റ് ആംഗുലർ വെലോസിറ്റി ഒമേഗ. അപ്പോൾ ഇതെല്ലാം കോൺസ്റ്റന്റ് അല്ലേ? ഒരു കോൺസ്റ്റന്റ് വാല്യൂ അല്ലേ നമുക്കിവിടെ കിട്ടുന്നത്? സോ ദിസ് റെപ്രസെന്റ് എ കോൺസ്റ്റന്റ് വാല്യൂ. ഒരു കോൺസ്റ്റന്റ് വാല്യൂ, ഒരു പർട്ടിക്കുലർ വാല്യൂ ആണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ്. വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ്. ഇനി ആക്സിലറേഷൻ കണ്ടുപിടിച്ചാലോ? ആക്സിലറേഷൻ എ എത്ര കിട്ടും? എ ഈസ് ഡി വി ബൈ ഡി ടി. എത്ര കിട്ടും? 0. It will be 0. dv by dt it will be 0. മനസ്സിലായല്ലോ? dv by dt it will be 0. അപ്പോൾ ആക്സിലറേഷൻ 0 ആണ്. അപ്പോൾ ഈ ഒരു മോഷൻ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ മോഷൻ അല്ലെങ്കിൽ യൂണിഫോം ഡിസ്പ്ലേസ്മെന്റ് ആണ് ഫോളോവറിൻ്റെ മോഷൻ എങ്കിൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. ആക്സിലറേഷൻ 0 ആയിരിക്കും. ക്ലിയർ ആണല്ലോ ഇത്? അപ്പം ഫോളോവറിൻ്റെ ലിഫ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു യൂണിഫോം ഡിസ്പ്ലേസ്മെന്റ് ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ, ദ വെലോസിറ്റി വിൽ ബി എ കോൺസ്റ്റന്റ് ആൻഡ് ആക്സിലറേഷൻ വിൽ ബി 0. അപ്പം ഞാൻ ഇതേ വരച്ച ഫിഗറിൽ തന്നെ എനിക്ക് വേണമെങ്കിൽ ഇതിൻ്റെ വൈ ആക്സിസ് എന്തൊക്കെയായിരുന്നു? വൈ ആക്സിസ് വെലോസിറ്റി, ഡിസ്പ്ലേസ്മെന്റ് ആകാം, വെലോസിറ്റി ആകാം, ആക്സിലറേഷൻ ആവാം. അപ്പം ഞാനിതിവിടെ എൻ്റെ ഇനി വെലോസിറ്റിയും കൂടെ ഈ ഫിഗർ തന്നെ ഞാൻ കാണിക്കാൻ പോവുകയാണ്. വെലോസിറ്റി തന്നെ കാണിക്കാൻ പോകും. അപ്പോൾ വെലോസിറ്റി വരയ്ക്കാനായിട്ട് ഞാൻ മറ്റൊരു കളർ എടുക്കാം. വെലോസിറ്റിക്ക് ഞാൻ പച്ച എടുക്കാം. അപ്പോൾ വെലോസിറ്റി എന്തായിരിക്കും? വെലോസിറ്റി കോൺസ്റ്റന്റ് അല്ലേ? വെലോസിറ്റി വിൽ ബി എ കോൺസ്റ്റന്റ്. വെലോസിറ്റി ഇത്രയും ലെഫ്റ്റ് പീരീഡിൽ വെലോസിറ്റി വിൽ ബി എ കോൺസ്റ്റന്റ്. അപ്പോൾ എൻ്റെ ഗ്രീൻ ലൈനാണ് വെലോസിറ്റിയുടെ ലൈൻ. ഓക്കെ, ദിസ് ഗ്രീൻ ലൈൻ വിൽ ബി ദ ലൈൻ ഫോർ വെലോസിറ്റി. അപ്പോൾ ഇവിടെ വരുമ്പോൾ വീണ്ടും അത് അനങ്ങാതെ നിൽക്കും, വെലോസിറ്റി 0 ആകും. അപ്പോൾ ഇവിടം വരെ 0 ആയിരുന്ന വെലോസിറ്റി ഈ പോയിന്റ് എത്തിയപ്പോൾ ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റി കിട്ടി. സോ ദിസ് റെപ്രസെന്റ് ദ വെലോസിറ്റി കർവ്. ദിസ് റെപ്രസെന്റ് ദ വെലോസിറ്റി കർവ്. മനസ്സിലായോ നിങ്ങൾക്ക്? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? ഇപ്പൊ ഡിസ്പ്ലേസ്മെന്റ് യൂണിഫോം ആണെങ്കിൽ വെലോസിറ്റി കോൺസ്റ്റന്റ് അല്ലേ കിട്ടുള്ളൂ. ആ വെലോസിറ്റി ഡയഗ്രാമാണ് വരച്ചിരിക്കുന്നത്. ഇനി ആക്സിലറേഷന്റെ വാല്യൂ എത്ര പറഞ്ഞു? 0. ആക്സിലറേഷന്റെ വാല്യൂ 0. അപ്പം നിങ്ങൾക്ക് ആക്സിലറേഷൻ പടം വരയ്ക്കാനായിട്ട് ഐ വിൽ ഷോ അനദർ കളർ.
ആക്സിലറേഷൻ്റെ പടം വേണമെങ്കിൽ ഈ ഡാർക്ക് ബ്ലൂ. അപ്പോൾ ആക്സിലറേഷൻ നിങ്ങൾക്ക് 0 കിട്ടും. ഇതാണ് ആക്സിലറേഷൻ്റെ കർവ്. So this represent the acceleration. മനസ്സിലായ? This represent the acceleration. ലൈന് വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ ഇട്ട് കാണിക്കുന്നത്. So this represent your acceleration. അപ്പം ഈ പോയിന്റ് ശ്രദ്ധിച്ചു നോക്ക്, ഇതിൻ്റെ തുടക്കം ഈ പോയിന്റ് നോക്ക്. അപ്പം വെലോസിറ്റി ഇങ്ങനെ 0 ആയിരുന്ന വെലോസിറ്റി പെട്ടെന്ന് ഇത്രയും ജമ്പ് ചെയ്തു. വിത്തിൻ നോ ടൈം ദ വെലോസിറ്റി ഹാസ് റീച്ച്ഡ് എ പർട്ടിക്കുലർ വാല്യൂ v. ഞാൻ ഒരിക്കൽ കൂടെ പറയാം. ഈ ടൈം അല്ലെങ്കിൽ തീറ്റ ഈസ് ഈക്വൽ ടു 0, ഇവിടെ ഇങ്ങനെ ഒരേ രീതിയിൽ വന്ന സാധനം ഈ ടൈം t ഈസ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ ഈ പോയിന്റിൽ വെച്ചിട്ട് വെലോസിറ്റി ജമ്പ് ചെയ്ത് ഒരു പർട്ടിക്കുലർ വാല്യൂ ആയി. ആ സമയത്ത് നിങ്ങൾ ആക്സിലറേഷൻ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ആക്സിലറേഷൻ അങ്ങ് പീക്ക് ചെയ്ത് ആക്സിലറേഷൻ ഇൻഫിനിറ്റിയിലോട്ട് പോകും. ആക്സിലറേഷൻ ഇൻഫിനിറ്റിയിലോട്ട് പോയിട്ടാണ് തിരിച്ച് വീണ്ടും 0 ആവുന്നത്. അതുപോലെ ഇവിടെയും വെലോസിറ്റി ഡ്രോപ്പ് ചെയ്ത് വീണ്ടും 0 ആയി. അപ്പോൾ ഇവിടെയും കൂടെ ആക്സിലറേഷൻ നെഗറ്റീവ് സൈഡിൽ -ഇൻഫിനിറ്റിയിലോട്ട് പോകും. ഞാൻ ജസ്റ്റ് പറഞ്ഞതല്ലോ, അതിനെപ്പറ്റി കൂടുതൽ നിങ്ങൾ പഠിക്കണമെന്നൊന്നുമില്ല. ഞാൻ ഒരു ടൈപ്പ് മോഷൻ, ഒരു സിമ്പിൾ ഹാർമോണിക് അല്ല, ഒരു പോളിനോമിയൽ കർവ് എടുത്തു. അത് യൂണിഫോം ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഫോളോ ചെയ്യുന്നത്. യൂണിഫോം ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും, ആക്സിലറേഷൻ 0 ആയിരിക്കും. നിങ്ങളെല്ലാം മറ്റേ ക്യാമും ഫോളോവറും കൂടെ ഒരു മനസ്സിലൊരു ഐഡിയ വേണേ. അപ്പം യൂണിഫോം ഡിസ്പ്ലേസ്മെൻറ്റിൽ പൊങ്ങുന്ന കേസിൽ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കും, ഫോളോവറിൻ്റെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കും. വെലോസിറ്റി ആ ഫോളോവറിന് ഒരു ആക്സിലറേഷൻ കാണുകയില്ല, 0 ആക്സിലറേഷനും ആയിരിക്കും. ഇതാണ് നമുക്ക് ഫിസിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ട കേസ്. പിന്നെ ഡൊൽ പീരീഡ് എന്താണ്, റൈസ് എന്താണ്, അങ്ങനെയുള്ള കേസും കൂടെയൊക്കെ ഈ ഫിഗറിൽ നിന്ന് മനസ്സിലാക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. യു ഹാവ് എനി ഡൗട്ട് പ്ലീസ് ആസ്ക്. അഭിഷേക് DS സംശയമുണ്ടോ? ഇല്ല സാർ. ആദിത്യ? ഇല്ല സാർ. കേൾക്കുന്നുണ്ടോ? അജൻ അവിടെ ഉണ്ടോ? അജൻ? ക്രിസ്റ്റോ? എല്ലാവരും എവിടെ പോയെന്ന് തോന്നുന്നു. ദിയ റേച്ചൽ, ദിയ കൃഷ്ണ? കേൾക്കുന്നുണ്ട് സാർ. കേൾക്കുന്നുണ്ട്. സംശയം വല്ലതും ഉണ്ടോ? സംശയം ഉണ്ടെങ്കിൽ മനസ്സിലായി. ദിയ റേച്ചൽ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. വീട്ടിലാണോ? ഓക്കെ. ഹരിലക്ഷ്മി? കേൾക്കുന്നുണ്ട്. ഓക്കെ. മാനസ? കേൾക്കുന്നുണ്ട്. സംശയമുണ്ടോ? നവനീത്, നീരദ്? കേൾക്കാം. നിരമയൻ? കേൾക്കുന്നുണ്ട്. മനസ്സിലായ? സംശയമൊന്നുമില്ലല്ലോ? ഓക്കെ. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വാട്സാപ്പിലല്ലോ എനിക്ക് മെസ്സേജ് ഇട്ടാൽ ഞാൻ എൻ്റെ നോട്ട് വേണമെങ്കിൽ ഷെയർ ചെയ്ത് തന്നേക്കാം. ഇനി ഒരു ടൈപ്പ് മോഷനും കൂടെ കണ്ടിട്ട് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഫിനിഷ് ചെയ്യാം. ഓക്കെ, അത് നോട്ട് ചെയ്തോളുക. സ്ക്രീനൊക്കെ കാണാതെ പറഞ്ഞെങ്കിൽ പറയണേ. അടുത്തൊരു വളരെ സിമ്പിളായിട്ടൊരു സാധനം കാണും. ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇത് നിങ്ങൾ ആക്ച്വലി നിങ്ങൾ സ്കെയിലൊക്കെ വെച്ച് വേണം വരച്ച് പഠിക്കേണ്ടത്. അപ്പം ഞാനൊരു ട്രിഗണോമെട്രിക്, നേരത്തെ ഒരു പോളിനോമിയൽ കർവാണ് കണ്ടത്. ഇനി ഞാനൊരു സിമ്പിൾ ഒരു ട്രിഗണോമെട്രിക് കർവ് എഴുതാൻ പോവുകയാണ്. അതിന് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഹെഡിങ് ഇറ്റ് ഈസ് സിമ്പിൾ ഹാർമോണിക് മോഷൻ.
ഒരു ഫോണൊന്നും എടുത്തോട്ടെ. ഹലോ, ഓക്കെ. കമ്മിങ് ബാക്ക്, സിമ്പിൾ ഹാർമോണിക് മോഷൻ അതിനെ നമ്മളല്ലെങ്കിൽ വേറൊരു പേരിലും കൂടെ അറിയപ്പെടുന്നത് അതിനെ ക്രാങ്ക് കർവ് എന്നും പറയാറുണ്ട്. ക്രാങ്ക് കർവ്, സിമ്പിൾ ഹാർമോണിക് മോഷൻ, അതർവൈസ് കാൾഡ് ക്രാങ്ക് കർവ്. ക്രാങ്ക് കർവ്. ഓക്കെ, ഇത് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്, ഞാനിപ്പോൾ ഒരു ഇതെങ്ങനെ സിമ്പിൾ ഹാർമോണിക് മോഷൻ വരയ്ക്കും എന്നുള്ളതാണ് ആദ്യം പറയേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും. നിങ്ങൾക്ക് ഡ്രാ ദ പ്രൊഫൈൽ ഓഫ് എ ക്യാം എന്ന് പറഞ്ഞാണ് ക്വസ്റ്റ്യൻ. ഡ്രാ ദ പ്രൊഫൈൽ ഓഫ് എ ക്യാം ഇഫ് ദ ഫോളോവർ ഈസ് ഹാവിങ് എ സിമ്പിൾ ഹാർമോണിക് ടൈപ്പ് ഓഫ് മോഷൻ. ഓക്കെ, ദ ലിഫ്റ്റ് ഓഫ് ദ ഫോളോവർ ഈസ് 5 centimeter ഫോർ ആൻ ആംഗിൾ ഓഫ് 150 degrees. ക്വസ്റ്റ്യൻ കേട്ടല്ലോ നിങ്ങൾ. നിങ്ങൾക്ക് ക്യാം പ്രൊഫൈൽ വരയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ അൾട്ടിമേറ്റ് ലക്ഷ്യം. ഞാനിപ്പോൾ ഇത് അവിടം വരെ ഒന്നും പോകുന്നില്ല. ഓക്കെ, ക്യാം പ്രൊഫൈൽ വരയ്ക്കുക പറയുന്നുണ്ട്. ഫോളോവർ ലിഫ്റ്റ് ചെയ്യുന്ന ഒരു സിമ്പിൾ ഹാർമോണിക് ടൈപ്പ് മോഷൻ ആണ് ഫോളോവർ ഫോളോ ചെയ്യുന്നത്. അതൊരു 150 ഡിഗ്രി ആംഗിൾ ഓഫ് റൊട്ടേഷനിൽ ഫോളോവർ ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. 5 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ മാക്സിമം ലിഫ്റ്റ്. ക്ലിയർ ആയോ? എല്ലാവരും ക്ലിയർ ആയോ? ആരെങ്കിലും ഒരാൾ ക്വസ്റ്റ്യൻ ദിയാ റേച്ചൽ ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് പറയാമോ? ഞാൻ ഇപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് പറയാമോ? ദിയ. സാഹചര്യം ഒന്ന് പറയാമോ? ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യം നമ്മൾ എന്താണ് നമ്മൾ അൾട്ടിമേറ്റ്ലി ചെയ്യാൻ പോകുന്നത്? വരയ്ക്കുക, ക്യാമിന്റെ പ്രൊഫൈൽ വരയ്ക്കുക. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്യാമിന്റെ പ്രൊഫൈൽ വരയ്ക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത് നമ്മളെ ഫോളോവർ മൂവ് ചെയ്യുന്ന മാനർ എന്ന് പറയുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷനാണ് ഫോളോവർ ഫോളോ ചെയ്യുന്നത്. അതൊരു 150 ഡിഗ്രി ഞാൻ ക്യാം കറക്കുമ്പം ഒരു 5 സെൻറ്റിമീറ്റർ ഫോളോവർ ലിഫ്റ്റ് ചെയ്തു. ക്ലിയർ ആണല്ലോ? ഇപ്പം ക്ലിയർ ആണല്ലോ? അങ്ങനെയുള്ള കേസിൽ ഞാനിപ്പോൾ എനിക്ക് ലിഫ്റ്റ് തന്നിട്ടുണ്ട്. അപ്പം ലിഫ്റ്റ് ഓഫ് ദ ഫോളോവർ ഈസ് ഗിവൺ ആസ് 5 സെൻറ്റിമീറ്റർ എന്ന് വെച്ചോ. ലിഫ്റ്റ് ഈസ് ഗിവൺ ആസ് 5 സെൻറ്റിമീറ്റർ. അതിൻ്റെ ആംഗിൾ പറയുന്നത് ഒരു 150 ഡിഗ്രിയിലാണ്. 150 ഡിഗ്രി കറങ്ങുമ്പം ഫോളോവർ 0-യിൽ നിന്ന് 5 സെൻറ്റിമീറ്റർ ലിഫ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് എങ്ങനെ നമ്മൾ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രം വരയ്ക്കും? ഹൗ വിൽ യു ഡ്രോ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രം? ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ വിൽ യു ഡ്രോ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രം? ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രം എങ്ങനെ വരയ്ക്കും? ഞാൻ നേരത്തെ കേസിൽ ഒരു സ്ട്രൈറ്റ് ലൈൻ മോഷൻ ആയിരുന്നല്ലോ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രം, ഹൗ വിൽ യു ഡ്രോ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രം? അതാണ് ക്വസ്റ്റ്യൻ. എങ്ങനെ വരയ്ക്കും? സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. നിങ്ങൾ ഒരു റെക്റ്റാങ്കിൾ അങ്ങ് കൺസ്ട്രക്ട് ചെയ്യണം. യു ഷുഡ് കൺസ്ട്രക്ട് എ റെക്റ്റാങ്കിൾ. ഓക്കെ, യു ഷുഡ് കൺസ്ട്രക്ട് എ റെക്റ്റാങ്കിൾ. ആ റെക്റ്റാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എൻ്റെ ഈ ഹൈറ്റ് എന്ന് പറയുന്നത്, ഈ റെക്റ്റാങ്കിളിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മളെ ലിഫ്റ്റാണ്. ഇറ്റ് ഈസ് ദ ലിഫ്റ്റ്. ഓക്കെ, ഇവിടെ എത്ര സെൻറ്റിമീറ്റർ ആണ്? 5 സെൻറ്റിമീറ്റർ. 5 സെൻറ്റിമീറ്റർ. അപ്പോൾ ഞാൻ ഒരു സ്കെയിൽ 5 സെൻറ്റിമീറ്റർ സ്കെയിൽ ഞാൻ പറയുന്നില്ല, സ്കെയിൽ എടുത്ത് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട്. സ്കെയിൽ എടുത്ത് വരയ്ക്കണം. അപ്പോൾ ഞാൻ ഒരു 1 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 5 സെൻറ്റിമീറ്റർ എടുത്ത് ഇങ്ങനെ വരച്ചു. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ ഈ ആംഗിൾ കാണിക്കുന്നത്
ഈ ആംഗിൾ കാണിക്കുന്നത്. അപ്പോൾ 150 ആണ് എനിക്ക് കാണിക്കേണ്ടത്. അപ്പോൾ 150ക്ക് വേണമെങ്കിൽ എനിക്ക് എത്ര കാണിക്കാം? ഒരു 15 സെൻറ്റിമീറ്റർ കാണിക്കാം. ഓക്കെ. അപ്പോൾ ഇതെന്ന് പറയുന്നത് എൻ്റെ ബീറ്റ വാല്യൂ ആണിത്. ദിസ് ഈസ് ബീറ്റ. ഈ പോയിന്റ് എന്ന് പറയുന്നത് ബീറ്റയാണ്. ബീറ്റ ഞാനിവിടെ 150 ആയിട്ട് പറഞ്ഞു. ഓക്കെ. അപ്പോൾ ഒരു 150 സെൻറ്റിമീറ്ററിന് അപ്പോൾ അവിടെ നമുക്ക് 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു 15 വരച്ചാൽ എത്ര? 10 ഡിഗ്രി എന്ന് പറയാം അല്ലേ? ശരിയല്ലേ? ടോട്ടൽ ആംഗിൾ എത്രയാണ്? ടോട്ടൽ ആംഗിൾ 150 ഡിഗ്രി. അപ്പോൾ 150 സെൻറ്റിമീറ്റർ എന്ന് എനിക്ക് എൻ്റെ ബുക്കിൽ വരയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഒരു 15 സെൻറ്റിമീറ്റർ വരച്ചു. 15 സെൻറ്റിമീറ്റർ വരച്ചാൽ അതിൽ നിന്നുള്ള സ്കെയിൽ എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ കാണിക്കുന്നത് 10 ഡിഗ്രിയാണ്. 1 സെൻറ്റിമീറ്റർ കാണിക്കുന്നത് 10 ഡിഗ്രിയാണ്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനിയാണ് എൻ്റെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഇരിക്കുന്നത്. ഇനി ചെയ്യേണ്ടത്, നിങ്ങൾ ഇതിൻ്റെ ഈ ലെഫ്റ്റ് സൈഡ് ഉണ്ടല്ലോ, റെക്റ്റാങ്കുലർ ലെഫ്റ്റ് സൈഡിൽ ഇത് ഡയമീറ്റർ ആയിട്ട് വെച്ചുകൊണ്ട് you should draw a semicircle. എല്ലാവരും വരച്ചോണേ. സെമി സർക്കിൾ. ഓക്കെ. സെമി സർക്കിൾ വരച്ചല്ലോ എല്ലാവരും. എന്നിട്ട് സെമി സർക്കിൾ. അപ്പോൾ സെമി സർക്കിൾ വരച്ചതിന് ശേഷം സെമി സർക്കിൾ. അപ്പോൾ എത്ര ഡിഗ്രി ആയി അവിടെ കാണിക്കുന്നത്? എത്ര ഡിഗ്രി ഉണ്ടത് സെമി സർക്കിളിൽ? സർക്കിളാകുമ്പോൾ എത്ര ഡിഗ്രിയാണ് അകത്ത് കൺവേർജ് ചെയ്യുന്നത്? 180 ഡിഗ്രി. അപ്പം ഞാനിവിടെ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ, ഈ സെമി സർക്കിളിൽ ഞാനൊരു 6 ആയിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. 6 ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചാൽ 6 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോന്നും എത്ര ഡിഗ്രി? ഓരോന്നും 30 ഡിഗ്രി. ഓക്കെ. 30 ഡിഗ്രിയിൽ. അപ്പോൾ ആദ്യത്തെ ഇവിടെ നിന്ന് 30 ഡിഗ്രി, പിന്നെ ഇവിടെ അടുത്തൊരു 30 ഡിഗ്രി, അടുത്തൊരു 30 ഡിഗ്രി, അടുത്തൊരു 30 ഡിഗ്രി. ഐ ആം ഡിവൈഡിങ് ഇറ്റ് ഇൻറ്റു 6 ഈക്വൽ ഡിവിഷൻസ്. അതിന് ഞാൻ മാർക്ക് ചെയ്തു. ഈ പോയിന്റ് 0, ദിസ് ഈസ് 1, ദിസ് ഈസ് 2, ദിസ് ഈസ് 3, ദിസ് ഈസ് 4, ദിസ് ഈസ് 5 and this is 6. Clear ആയോ? നോയൽ, ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? ക്ലിയർ ആയി സർ. പാർത്ഥിവ്, പ്രണവ്, സൂര്യ ഉണ്ടോ അവിടെ? സൂര്യ കാണുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? അപ്പൊ ഞാൻ ഈ സെമി സർക്കിളിൽ ഞാൻ 6 ആയിട്ട് ഡിവൈഡ് ചെയ്തു. 6 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രിയാണ്, ഓരോന്നും 30 ഡിഗ്രി. അപ്പോൾ കോമ്പസും സാധനങ്ങളൊക്കെ വേണേ, വീട്ടിലാകുമ്പോൾ എല്ലാം കാണും നിങ്ങളുടെ കയ്യിൽ. ഓക്കെ. ഇനി ഞാൻ ഇവിടെ 6 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെയും ഡിവൈഡ് ചെയ്യണം. ഇവിടെ എത്ര ഡിവൈഡ് ചെയ്യുന്നുണ്ടോ, ആംഗിൾ ഓഫ് റൈസ് ആണ് ഇത്. ആംഗിൾ ഓഫ് റൈസിനെ അതുപോലെ ഡിവൈഡ് ചെയ്യണം. എത്രയായിട്ട് ഡിവൈഡ് ചെയ്യണം? 6 ആയിട്ട് തന്നെ ഡിവൈഡ് ചെയ്യണം. 6 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അവിടെ ഞാൻ അതേ പേര് തന്നെ കൊടുക്കാം. ഇവിടെ 1, 2, 3, 4, 5, 6. ക്ലിയർ ആയോ? എൻ്റെ സെമി സർക്കിൾ ഞാൻ 6 ആയിട്ട് ഡിവൈഡ് ചെയ്ത്, അതുകൊണ്ട് ഈ റൈസ് പീരീഡ്, ഇതാണ് റൈസ് പീരീഡ്. ഇവിടം വരെ ആണ് റൈസ് പീരീഡ്. ഓക്കെ. ഇതാണ് എൻ്റെ റൈസ് പീരീഡ്. കഴിക്കണ റൈസ് അല്ല, RISE, പൊങ്ങുന്ന പീരീഡ്, ഫോൾ ഓവർ പൊങ്ങുന്ന പീരീഡ്. ഇവിടെ സെമി സർക്കിളിനെ നിങ്ങൾ 8 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്ര ഡിവൈഡ് ചെയ്യും? സെമി സർക്കിളിനെ ഞാൻ 8 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്ര ചെയ്യും? 8. ഓക്കെ. അപ്പോൾ ഇനി ഭയങ്കര സിമ്പിളാണ്. ഇനി ഒന്നുമില്ല. ഇനി നമുക്ക് അത്യാവശ്യം വരയ്ക്കേണ്ട സാധനങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞു. ഈ 1ൻ്റെ ഈ പോയിന്റ് ഉണ്ടല്ലോ, അതിനത് ഇങ്ങോട്ട് ഒരു ഹോറിസോണ്ടൽ ലൈൻ വരച്ച്
ഇത് ഇവിടെ കൊണ്ട് മീറ്റ് ചെയ്യിക്കുക. 2 എന്നുള്ള സാധനം കൊണ്ടുവന്ന് ഇത് ഇവിടെ 2 കൊണ്ട് മീറ്റ് ചെയ്യിക്കുക. ഈ 3 നിന്നുള്ള സാധനം ഒന്നും ചെയ്യേണ്ട, അത് നേരെ വന്ന് കറക്റ്റ് 3 കൊണ്ട് മുട്ടിക്കുക. ഓക്കെ, 4 എന്നുള്ളത് അതുപോലെ 4 കൊണ്ട് മുട്ടിക്കുക. 5 എന്നുള്ളത് 5 ചെന്ന് മുട്ടി. ഇപ്പം 5 പോയിന്റ് കിട്ടിയ 5 അല്ല, ഇവിടെ ലാസ്റ്റ് ഉള്ളത് ഇവിടെ കിടക്കും, ഫസ്റ്റ് ഉള്ള അവിടെ തന്നെ കിട്ടും. ക്ലിയർ ആയോ? സംശയമൊന്നുമില്ലല്ലോ? ഇനി അങ്ങനെയാണെങ്കിൽ ഇനി ഒറ്റ പണിയേ ഉള്ളൂ. ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം കിട്ടാനായിട്ട് ഉണ്ടോ, ഇതിനെങ്ങനെ അങ്ങ് കണ്ടാ, വരച്ച കണ്ടാ? അന്ന റോമൻ വരയ്ക്കുന്ന കാണുന്നുണ്ടല്ലോ? ആ, ഉണ്ടാ, ഈ മഞ്ഞ വരയാണ് എൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം. ഇതാണ് എൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം. അപ്പോൾ ഒരു 30 ഡിഗ്രിയിൽ എത്രയായിരിക്കും എൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്? അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? 30 ഡിഗ്രി എടുക്കുമ്പോൾ എത്ര സെൻറ്റിമീറ്റർ എടുക്കണം ഞാൻ ഇങ്ങോട്ട്? എൻ്റെ സ്കെയിൽ എത്രയായിരുന്നു? എക്സ് ആക്സിലെ സ്കെയിൽ എത്രയായിരുന്നു? 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു 10 ഡിഗ്രി. അപ്പോൾ ഞാൻ എത്ര സെൻറ്റിമീറ്റർ എടുക്കണം 30 ഡിഗ്രിയിൽ റൈസ് കണ്ടുപിടിക്കാനായിട്ട്? ഒരു 3 സെൻറ്റിമീറ്റർ. മനസ്സിലാവുന്നുണ്ടോ? 3 സെൻറ്റിമീറ്റർ എടുക്കണം. 3 സെൻറ്റിമീറ്റർ എടുത്തിട്ട് എങ്ങോട്ട് നോക്കിയാൽ മതി? ഇതാണ് 3 സെൻറ്റിമീറ്റർ എങ്കിൽ ഇതാണ് ലെഫ്റ്റ്. ഓക്കെ, അപ്പം ഏതെങ്കിലും ഒരു ആംഗിൾ, ഈ ഒരു ആംഗിൾ ഞാൻ തീറ്റ ആണെന്ന് വെച്ചോ, തീറ്റ റേഡിയൻസ്. ഓക്കെ, ആ തീറ്റ റേഡിയൻസിൽ ഉള്ള എൻ്റെ ലിഫ്റ്റാണ്, വൈ. ഈ ലിഫ്റ്റിൻ്റെ നൊട്ടേഷൻ എന്താണ്? റൈറ്റ് സൈഡിൽ ലിഫ്റ്റിൻ്റെ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത നൊട്ടേഷൻ, ഇറ്റ് ഈസ് എച്ച്. അപ്പം ആംഗിൾ ഓഫ് റൊട്ടേഷൻ ബീറ്റ ആയിരിക്കുമ്പോൾ എത്രയാണ് ലിഫ്റ്റ്? ആംഗിൾ ഓഫ് റൊട്ടേഷൻ ബീറ്റ ആയിരിക്കുമ്പോൾ ലിഫ്റ്റ് എത്രയാണ്? എച്ച്. ഇത് റൈറ്റ് ഹാൻഡ്. മനസ്സിലായി? ഇവിടെയല്ല ആംഗിൾ ഓഫ് റൊട്ടേഷൻ ബീറ്റ കാണിച്ചിരിക്കുന്നത്. ബീറ്റ ആകുമ്പം എച്ച്. അത് തീറ്റ ആകുമ്പോഴാ? തീറ്റ ആയിരുന്നപ്പോൾ എത്രയായിരുന്നു? വൈ. ഇപ്പം ക്ലിയർ ആയല്ല? ഇപ്പം തീറ്റ 0 ആകുമ്പോൾ വൈ 0 ആണ്. തീറ്റ ആയപ്പോൾ വൈ ആയി. തീറ്റ കൂടി ബീറ്റ ആയപ്പോൾ വൈ എന്ന് പറയുന്നത് എച്ച് ആയി. ഇപ്പം നിങ്ങൾക്ക് പിടികിട്ടിയ? ഓക്കെ, അപ്പോൾ ഇനി ഞാൻ നിങ്ങൾ വൈ എന്നുള്ള പോയിന്റ് ഞാനൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്. ഈ വൈ എന്നുള്ള പോയിന്റ് ഞാൻ ഇങ്ങോട്ടം കൊണ്ടുവന്നു. എന്നുള്ള പോയിന്റ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ റേഡിയസ് വെക്ടർ എന്ന് പറയുന്നത് ഇതായിരിക്കും എൻ്റെ റേഡിയസ് വെക്ടർ. അപ്പോൾ ആ ആംഗിള് ഞാൻ എൻ്റെ സൈ എന്ന് ഞാൻ റെപ്രസെൻ്റ് ചെയ്തു. ഇവിടുത്തെ ആംഗിളാണ് സൈ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതെങ്ങനൊരു ഇക്വേഷൻ എഴുതാൻ പറ്റും. വൈ ഈസ് ഞാൻ കുറച്ചുകൂടെ സിമ്പിളായിട്ട് അത് കാണിക്കാം, കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ചുകൂടെ അടുത്ത് കാണിക്കാം, അല്ലെങ്കിൽ അത് കൺഫ്യൂഷൻ വരും. അടുത്തൊരു പോയിന്റ് എടുക്കാം, കുറച്ചുകൂടെ അടുത്തൊരു പോയിന്റ് എടുക്കാം. ഞാൻ ഇവിടെ എടുത്തു വൈ. ഇതാണ് എൻ്റെ വൈ, റെസിസ്റ്റൻസ് ഈസ് വൈ. ഇപ്പോൾ വൈ ഞാൻ ഇങ്ങോട്ടങ്ങ് എടുക്കുകയാണ്.
ഓക്കെ, അപ്പോൾ അതിന് ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്ത് ഇവിടെ എവിടെയെങ്കിലും കിട്ടും. അപ്പോൾ എൻ്റെ വെക്ടറും ഇതാണ് വെക്ടർ. സെൻറ്ററിൽ നിന്നുള്ള വെക്ടർ ഇത്, ഈ ആംഗിളാണ് സൈ. സോറി, ഇവിടെ ഇതാ ഇങ്ങനെ, ദിസ് ആംഗിൾ ഈസ് സൈ. ഒരിക്കൽ കൂടെ പറയുന്നത് എങ്ങനെ കിട്ടിയെന്ന്. ഈ ഡിസ്പ്ലേസ്മെൻറ്റിൽ ഞാൻ ഈ പോയിന്റ് എടുത്തു, ആ പോയിന്റ് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു, ഈ റേഡിയസ് സെൻറ്ററിൽ നിന്നുള്ള ഈ റേഡിയസ് കംപ്ലീറ്റ് ചെയ്തു, ഈ ആംഗിൾ സൈ എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ y ഈസ് ഈക്വൽ ടു, ഈ ഇക്വേഷൻ മനസ്സിലായിട്ടുണ്ടോ എന്ന് നോക്കുക. y ഈസ് ഈക്വൽ ടു h/2 മൈനസ് h/2 കോസ് സൈ. ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ഈ റേഡിയസ് എത്രയാണ്? ആരെങ്കിലും പറയാമോ? ഈ ഡിസ്റ്റൻസ് എത്രയാണെന്ന് പറയാമോ? ഈ ഡിസ്റ്റൻസ് h/2 അല്ലേ അത്? ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? അപ്പോൾ ഇവിടെ എത്രയുണ്ട്? ഇത് എത്രയുണ്ട്? h/2. അപ്പോൾ 2 h/2 ആകുമ്പോൾ ഈ റൈറ്റ് സൈഡിലെ h കിട്ടിക്കഴിഞ്ഞു. ഇത് കോസ് സൈ ആണ്, ഇത് സൈ ആണ്. അപ്പോൾ h/2 കോസ് സൈ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? h/2 കോസ് സൈ എന്ന് പറയുമ്പോൾ ഈ ഡിസ്റ്റൻസ് കിട്ടും. ഇതാണ് എൻ്റെ h/2 കോസ് സൈ. y എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്. ബാക്കി അപ്പോൾ h/2 നിന്ന് h/2 കോസ് സൈ കുറച്ചാൽ എൻ്റെ ഫോളോവറിൻ്റെ ലിഫ്റ്റ് എപ്പോഴും കിട്ടും. ഓക്കെ, ഈ ഇക്വേഷൻ മനസ്സിലാവാത്ത എത്ര പേരുണ്ട്? ഇക്വേഷൻ മനസ്സിലാവാത്തവർ? എല്ലാവർക്കും മനസ്സിലായ? ഒന്നുകൂടെ പറയാം. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഞാനത് അത്രയും മാത്രം ഒന്നുകൂടെ ഒന്ന് വരച്ചു തരാം. ഇതാണ് എൻ്റെ റെക്റ്റാങ്കിളിലെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഇങ്ങനെ അങ്ങ് പോവുകയാണ്. എൻ്റെ ഫോളോവറിൻ്റെ മോഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് കിടന്നത്. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് കിടന്നത്. ഞാൻ ഇടയ്ക്കൊരു പോർഷനാണ് ഞാൻ എടുത്തത്, ഇടയ്ക്കൊരു പോർഷൻ. എൻ്റെ ഈ ഡിസ്റ്റൻസിനെ ഞാൻ y എന്ന് മാർക്ക് ചെയ്തു. സംശയമൊന്നുമില്ലല്ലോ? അത്രയും ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ y കണ്ടുപിടിക്കണം, അതാണ് എൻ്റെ ലക്ഷ്യം. y കണ്ടു. ഐ ഷുഡ് ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് അവിടെ I should find out the equation for y. ഈ പകുതി വരെ എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? എത്രയാണ്? h/2. അത് ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? അത് മനസ്സിലായില്ലേ? അപ്പൊ എത്രയുണ്ട്? ഇതും ബാക്കി പകുതി h/2. അപ്പൊ ഈ പകുതിയിൽ നിന്ന് ഇത്രയും ഡിസ്റ്റൻസ് ഞാൻ വേറൊരു കളറിൽ വരയ്ക്കാം. ഇതങ്ങ് കുറച്ചാൽ എനിക്ക് y കിട്ടൂലേ? ഇതിനെ ഞാൻ x എന്ന് വിളിച്ചെന്ന് വെച്ചോ. x y ഈസ് ഈക്വൽ ടു എനിക്ക് h/2 മൈനസ് x എന്ന് എഴുതാമോ? ശരിയല്ലേ? അത് ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഇനി ഇങ്ങോട്ട് വരാം, ഇപ്പുറത്തെ ഭാഗത്തോട്ട് വരാം. ഞാൻ നേരത്തെ വരച്ച ഇവിടെ സെമി സർക്കിളൊക്കെ വരച്ചു. അപ്പം ഞാൻ ഈ y എന്നുള്ള പോയിന്റ് ആ സെമി സർക്കിളിലോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ പോയിന്റ് കിട്ടിയ മനസ്സിലായ? ഞാൻ ഈ ഷെയ്ഡ് ചെയ്യുന്ന പോയിന്റ് കിട്ടിയ മനസ്സിലായ? ഇനി ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഞാൻ അതിനെ ആ റേഡിയസ് വെക്ടർ ഈ സെൻട്രൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് ജോയിൻ ചെയ്തു. ഓക്കെ, ഈ ആംഗിൾ ഞാൻ സൈ എന്ന് വിളിച്ചു. ദിസ് ആംഗിൾ ഈസ് സൈ. ഓക്കെ, ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ഇതിന്റെ റേഡിയസ് ഡിസ്റ്റൻസ് എത്രയാണ്? ഇതിന്റെ റേഡിയസ് ഡിസ്റ്റൻസ് h/2. അപ്പൊ ഇത് h/2 അല്ലേ? ഈ വരച്ച റേഡിയസ് h/2 അല്ലേ?
ഒരു സെക്കൻഡ്. രാവിലെ ഞാൻ രാവിലെ കൊണ്ടുവരാം. നാളെ രാവിലെ ശരി, ഓക്കെ. ഓക്കെ, അപ്പോൾ ഈ റേഡിയസ് വെക്ടർ h/2 ആണ്. റേഡിയസ് വെക്ടർ ഇസ് h/2. അപ്പോൾ h/2 കോസ് ഐ എടുക്കുകയാണെങ്കിൽ എനിക്കിതാ ഈ ഡിസ്റ്റൻസ് എക്സ് കിട്ടൂലേ? എക്സ് ഈക്വൽ ടു h/2 കോസ് ഐ എന്ന് എഴുതിക്കൂടെ? ഇപ്പം മനസ്സിലായ? ഹലോ, ഇപ്പം മനസ്സിലായി? നേരത്തെ പറഞ്ഞു മനസ്സിലായില്ല എന്ന് പറഞ്ഞ ആരാണ്? പാർത്ഥിവാണ്. ആരാണ്? ഇപ്പം മനസ്സിലായല്ലേ? അപ്പോൾ y ഈസ് ഈക്വൽ ടു h/2 മൈനസ് h/2 കോസ് ഐ എന്നായി. ഓക്കെ, അപ്പം നിങ്ങൾ നോക്ക്, ഈ ഒരു റേഡിയസ് വെക്ടർ തുടക്കത്തിൽ ഇവിടെ നിൽക്കുകയായിരുന്നു. ഈ റേഡിയസ് വെക്ടർ കറങ്ങി ഇങ്ങനെ 180 ഡിഗ്രി കവർ ചെയ്തപ്പോൾ ഇവിടെ തീറ്റ ഈസ് ഈക്വൽ ടു 0-യിൽ നിന്ന് തീറ്റ ഈസ് ഈക്വൽ ടു എവിടം വരെ വന്നു? ഫൈനലി ഇതൊന്ന് അവസാനിക്കുന്നിടം ഇവിടെ തീറ്റ ഈക്വൽ ടു എത്രയായി? ബീറ്റയായി. 180 അല്ല, ബീറ്റയാണ് റൈസ് പീരീഡിന്റെ അവസാനം. ഇവിടെ ഈ റേഡിയസ് വെക്ടർ, ഞാൻ ഈ വരച്ച റേഡിയസ് വെക്ടർ ഇങ്ങനെ കറങ്ങി 180 ഡിഗ്രി കറങ്ങിയപ്പോൾ എൻ്റെ ലിഫ്റ്റ് പീരീഡ് 0-യിൽ നിന്ന് മാക്സിമം ലിഫ്റ്റായി. മാക്സിമം ലിഫ്റ്റ് ആവുന്നത് ബീറ്റ എന്നുള്ള ആംഗിളിലാണ് ഞാൻ മാക്സിമം ലിഫ്റ്റ് കാണിച്ചിരിക്കുന്നത്. ഇപ്പം മുകളിലത്തെ പടം നോക്കുമ്പോൾ അറിയാം. കണ്ടോ? ഇവിടെ വന്നപ്പോൾ ലിഫ്റ്റിൻ്റെ മാക്സിമം ആയില്ലേ? ഈ പോയിന്റിൽ മുകളിലത്തെ കോർണർ ആയപ്പോൾ. അപ്പം ബീറ്റ എന്നായി, തീറ്റ ബീറ്റയായി. അപ്പോൾ 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ റേഡിയനിൽ എത്രയാണ്? 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ റേഡിയനിൽ എത്രയാണ്? പൈ. അപ്പോൾ എനിക്കത് ഇങ്ങനെ ഒരു റേഷ്യോ എഴുതാം. സൈ ബൈ പൈ ഈസ് ഈക്വൽ ടു തീറ്റ ബൈ ബീറ്റ എന്ന് എഴുതാൻ പറ്റും. സൈ ബൈ പൈ ഈസ് ഈക്വൽ തീറ്റ ബൈ ബീറ്റ. ഓക്കെ, അപ്പോൾ എനിക്കിവിടെ ഈ ഇക്വേഷന് y ഈസ് ഈക്വൽ ടു h/2 ഇൻറ്റു 1 മൈനസ് കോസ് ഐ h/2 ഇൻറ്റു 1 മൈനസ് കോസ് പൈ തീറ്റ ബൈ ബീറ്റ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് വീക്കിൽ കാണാം. നെക്സ്റ്റ് വീക്ക് അല്ല, അടുത്ത ക്ലാസ്സിൽ. നമ്പർ പറയാമോ പെട്ടെന്ന് വേഗം? സർ 1. 2 ഉണ്ടോ? വേഗം പറഞ്ഞോ. 3 4 5 6 7 8 9 10 9%. 10% 12 13% 14 15 16 17 18%. 19 20 21 22 23%, sir. 24 25 26 27 28 29 29 30%. 31 32 32%, sir. 33 34 35 35%, sir. 36 36%. 37 37%. 38 38%. 39 40 40%. 41 41%. ഒരു സെക്കൻഡ്. ഹലോ, ശരിയാ. 44%, sir. 42 ഇല്ലല്ലേ? 42 43 42. 43 44%, sir. 45 46 47 46. 48 49 50 49, sir. 50%, sir. 51 52
53. 54, 55, 55%, sir. 56, 57, 57. 58, 57. 58%, sir. 58. 59, 60, 60, 61, sir. 61%. 61. 62, 62%, sir. 63, 64, 63. 10. 65, 65%, sir. 66, 56. 67, 68, 69, 70, 69%, sir. 70, 71, 72, 71. 72. 73, 24, 73ക്ക് ഇപ്പൊ നെറ്റ് കട്ടായി പോയതാണ്. 73 ഉണ്ടായിരുന്നു. 24, 75. ലാസ്റ്റ് നമ്പർ എത്രയാണ്? 79 ആണ്. 24. 74, ഓക്കെ. അപ്പോൾ ആബ്സെൻറ്റീസ് ഞാനൊന്ന് പറയാം. 3, 4, 5, സാർ 4 ഉണ്ട്. 12, 5 ഉണ്ട്. 12, 14, 15, 16, Sir, 14%. 20, 21, 25, 26, 31, 34, 20%, sir. 43%, sir. 43%, ഓക്കെ. 34 ആ? 20%. 20 വെട്ടി 34 ഉണ്ട്, ഓക്കെ. 45, 48, 51, 54, 59, 64, 67, 68. 54%. No. 54%. 58%, sir. 58. 58 ഞാൻ പറഞ്ഞില്ല, ഓക്കെ. ഇതൊക്കെ ഇപ്പൊ വന്നതാ, നിങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നോ? നേരത്തെ ഉണ്ടായിരുന്നു സാർ. കണ്ടറിയാം. എല്ലാ ക്ലാസ്സൊക്കെ ഒന്ന് ഒരുവിധം ഒന്ന് നേരെ വരായിരുന്നു, അപ്പോഴാണ് വീണ്ടും ഓൺലൈനിൽ പോയത്. ഇതൊക്കെ നോട്ടൊക്കെ എഴുതിക്കോണേ, ഇതൊക്കെ വരുമ്പോൾ പരീക്ഷയാണ്, അറിയാമല്ലോ. എല്ലാവരും സ്കെയിലും സാധനങ്ങളൊക്കെ വെച്ചോണം വീട്ടിൽ. ശരി, എന്നാൽ ഓക്കെ, ബൈ.